ഹലോ ഹലോ ഹലോ. ഇന്നൊരു സ്വീറ്റാണേ, കുമ്പളങ്ങ മിഠായി. പാലക്കാടിൻ്റെ സ്വന്തം കുമ്പളങ്ങ മിഠായി. കല്യാണങ്ങൾക്കൊക്കെ ബിരിയാണിയുടെ ഒപ്പം കിട്ടുന്നൊരു സ്വീറ്റാണ്. അടിപൊളിയാണ് കേട്ടോ അത്. അതിനുവേണ്ടി 2 കിലോ കുമ്പളങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ തന്നെ നമുക്കൊരു കുറച്ച് ക്വാണ്ടിറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ കാരണം വാട്ടർ കണ്ടൻറ്റ് കൂടുതലല്ലേ, ആ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയുമ്പോൾ കുറച്ച് തന്നെ ഉണ്ടാവുകയുള്ളൂ. ശരിക്കും ഞാനൊരു ഈസി മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം ഇതിനെ കുക്കറിലിട്ട് വേവിച്ച് പിന്നെയാണ് ഗ്രേറ്റൊക്കെ ചെയ്യാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ടൈപ്പാണ്. അതിനുവേണ്ടി കുമ്പളങ്ങേനെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും കേട്ടോ. അതിലൊരു 25% മാത്രം മതി വാട്ടർ, ബാക്കിയെല്ലാം നമുക്ക് കളയാം. പിന്നെ ഇങ്ങനെ സീവ് ചെയ്തെടുക്കട്ടെ. ഇതിൽ ചെറുതിൽ ചെയ്തിട്ട് ടൈം എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ഒരു സീവർ എടുത്തു, ഗ്രേറ്റർ എടുത്തു, പിന്നെ അതിനെ നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ. അത്യാവശ്യം വലിയ വലിയ തരിയായിട്ടാണ് കിട്ടുന്നത്, ചെറുതിലല്ല ചെയ്യുന്നത്, വലുതിലാണ്. അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കാരണം ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ എത്രയാണ് വെള്ളം. പിന്നെ വേണ്ടത് ഇതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഷുഗർ, ഗീ, കുമ്പളങ്ങ, ഇത് മാത്രം മതി. പിന്നെ നട്ട്സ്. ഷുഗറിനെ നമ്മൾ സിറപ്പാക്കണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ടാലും മതി. പിന്നെ വേണ്ടത് കളറ്. അത് ഓപ്ഷണലാണ്. കളർ ഉണ്ടെങ്കിൽ ഒരു ഭംഗിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കളറും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്യാബേജൊക്കെ ഗ്രേറ്റ് ചെയ്യില്ലേ, അതേമാതിരി ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ കടിക്കാൻ കിട്ടുമ്പോഴാണ് ഒരു ടേസ്റ്റ്. നമുക്ക് കല്യാണങ്ങൾക്ക് വായിൽ വെച്ചാൽ അലിഞ്ഞു പോകും, അങ്ങനത്തെ ഉണ്ടോ. ഇതിപ്പോൾ 2 കിലോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം കുറേ കളഞ്ഞിട്ടും പിന്നെ വാട്ടർ കണ്ടിട്ടുണ്ട്. ഒരു പാൻ വെച്ചു. ആ പാനിലേക്ക് നമ്മൾ ഉള്ള ആ ഒരു വെള്ളമില്ലേ, പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് കേട്ടോ അതും ഈ കുമ്പളങ്ങ ഇട്ട് കൊടുക്കണം. ഈ വെള്ളത്തിൽ കിടന്നാണ് കുമ്പളങ്ങ കുക്കാവുന്നത്, മനസ്സിലായോ? നമ്മൾ കുക്കറിലൊന്നും ഇടല്ല, ഇതിൽ തന്നെ കിടന്ന് കുക്കാക്കി എടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ അത് കുക്കായി കിട്ടും. നല്ലോണം മിക്സ് ആയി അടി പിടിക്കാണ്ട് നോക്കണം, കാരണം വാട്ടർ കണ്ടൻറ്റ് അധികമൊന്നും ഇല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, മൂടി വയ്ക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഓരോ പ്രാവശ്യം മൂടി തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓരോ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ അവൈലബിൾ ആണ് കേട്ടോ. അതെനിക്ക് അറിയില്ലായിരുന്നു. കോയമ്പത്തൂരൊക്കെ വാങ്ങിക്കാൻ കിട്ടും, നമ്മുടെ പാലക്കാട് ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എല്ലാ ഷോപ്പിലും ഒന്നുമല്ല, ചില ഷോപ്പിലൊക്കെ, ചില ബേക്കറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നല്ലോണം മിക്സ് ആക്കുക. ഇപ്പോൾ വെള്ളം ഒരുവിധം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അത് കുക്കും ആയിട്ടുണ്ട്. ഒരു 90% അത് കുക്കായിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുക. ആ വെള്ളം ഒന്ന് വറ്റട്ടെ. ഇനി വറ്റാൻ വേണ്ടി മൂടി വെക്കണ്ട, കുറച്ച് നേരം തുറന്ന് തന്നെ വയ്ക്കാം. അപ്പോൾ ബാക്കിയുള്ള വെള്ളത്തിന് ഇതാവുമല്ലോ. ഏകദേശം ഒരു 2 കപ്പോളം പഞ്ചസാര വേണം കേട്ടോ, എന്നാൽ തന്നെ സ്വീറ്റ് കറക്റ്റ് ആവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഇടുന്നുള്ളൂ, കാരണം ഇവിടെ എല്ലാവരും ഷുഗർ പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഏകദേശം 1 കപ്പ്, ഒരു 250 ഗ്രാം ഷുഗർ എടുക്കുന്നുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഈ ഷുഗർ ഓക്കെയാണ്, മനസ്സിലായോ? പക്ഷേ നമുക്ക് കല്യാണങ്ങൾക്ക് കിട്ടണം നല്ല സ്വീറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി തന്നെ കഴിക്കാൻ പറ്റും. നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ നെയ്യും അത്യാവശ്യം യൂസ് ചെയ്യണം കേട്ടോ. ഇത് നെയ്യിൽ കടന്ന് ഇങ്ങനെ ഇതായി വരണം. നമുക്ക് ചില സ്ഥലത്ത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ, കോയമ്പത്തൂരിൽ നിന്ന് ഒരു വട്ടം ഒരു കസിൻ വാങ്ങിച്ചിട്ട് വന്നു, അതിൽ ഫുൾ ഓയിലാണ്. പിന്നെ ഇതാണ്ട് ഞാൻ എടുത്തേക്കണ കളറ് ഓറഞ്ച് റെഡാണേ. അതൊരു ഒരു പൊടി മതി. ഇത്തിരി വെള്ളവും കലക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ കറക്റ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണം. ആ ഒരു കടയിൽ നിന്ന് നല്ല കല്യാണത്തിന് കിട്ടണ ഒരു കളറിലേക്ക് ഇത് വരും. കാരണം പാലക്കാട് ബിരിയാണി, റൗസർ ബിരിയാണി ഭയങ്കര സ്പൈസിയാണ്. അപ്പോൾ ആ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വീറ്റ് വെക്കുന്നത്. കുമ്പളങ്ങ മിഠായി പറയും കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഡൗട്ട് ആവുന്നത് എന്താ സാധനം, പിന്നെയാണ് മനസ്സിലായത് കുമ്പളങ്ങ മിഠായി. നമുക്ക് എറണാകുളത്തൊന്നും കുമ്പളങ്ങ മിഠായി ഒന്നും ഇല്ല കേട്ടോ, എന്താണെന്ന് പോലും അറിയില്ല അവിടെ ഉള്ളവർക്ക്. ഞാൻ പാലക്കാട് വന്നതിന് ശേഷം എനിക്ക് ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്.
റാവുത്തർ ബിരിയാണിയുടെ മെയിൻ അട്രാക്ഷൻ തന്നെ ഈ കുമ്പളങ്ങ മിഠായിയാണ്. കുറേ നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ആ ഷുഗറിൽ കിടന്ന് കുമ്പളങ്ങ നല്ലോണം ഒന്നും കൂടി കുക്കാകട്ടെ. പിന്നെ വേണ്ടത് നെയ്യ് അത്യാവശ്യം വേണം കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. അത് നട്ട്സിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. നട്ട്സൊക്കെ ഒരുപാട് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു നെയ്യ് ഇട്ട് കൊടുത്തു. പിന്നെ കാഷ്നട്ട്, കിസ്മിസ്, പിന്നെ ഞാൻ മറ്റേ പംകിൻ സീഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് പംകിൻ സീഡ് എല്ലാത്തിലും ഇങ്ങനെ മുകളിൽ താളിക്കുമ്പോൾ ഇടാനായിട്ട്. അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ മുന്തിരിയൊക്കെ ഒന്ന് ബലൂൺ മാതിരി വീർത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു ഹെൽത്തി വേർഷനാണ് കേട്ടോ. അതാണ് ഷുഗറും കുറച്ച് ഗീയും കുറച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഗീയൊക്കെ നല്ലോണം ഒഴിച്ചാൽ ടേസ്റ്റ് കൂടും. എത്രത്തോളം ഒഴിക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൊടുത്താൽ പറയാം. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഒരുപാട് മധുരം എനിക്ക് അവന് കൊടുക്കാനും താല്പര്യമില്ല. പിന്നെ കുറച്ച് ഷുഗറൊക്കെ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ആ ഗീ കിടന്ന് അത് ഒന്നും കൂടി നല്ല തിക്കായി വരട്ടെ. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ചൂടോട് കഴിക്കാനും ടേസ്റ്റാണ്. ചൂടാറിയതിൻ്റെ കൂടെ